ഇനി ഇത് ഫാത്തിമിയാക്കളിൽ നിന്ന് ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗം ഫാത്തിമിയാക്കൾ ഉണ്ടാക്കി കടത്തിക്കൂട്ടിയൊരു സമ്പ്രദായമാണ് ഇത് എന്നാണ് മുജാഹിദുകൾ പറയുന്നത് അങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കും. ഒരൊറ്റ ഗ്രന്ഥം കൊണ്ട് ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ആധികാരിക ഗ്രന്ഥം കൊണ്ട് പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വലിലുള്ള ഈ മൗലിദ് ആഘോഷം ആരംഭിച്ചത് ഫാത്തിമിയാക്കളാണ് എന്ന് തെളിയിക്കാൻ ഒരൊറ്റ മൗലവിക്കും കഴിഞ്ഞിട്ടില്ല, എനിക്ക് കഴിയില്ല. നല്ലോണം കഴിഞ്ഞിട്ടുണ്ട്, ഒരു സംശയവും ഇല്ല. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് നന്നായി പൊള്ളിയത് കൊണ്ടാണ് കുറച്ചുകൂടി വിനയത്തോടെ ഇങ്ങനെ പറയുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് കേരളത്തിൽ അങ്ങോട്ട് പോകാം. നീ ആഗോളത്തിൽ ഇങ്ങോട്ട് വരണ്ട. ഇത് ഷിയാക്കളെ ഏർപ്പാടാണോ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പോകണം. കോഴിക്കോളി ഒന്ന് അൽ മുബാറക് കേട്ടോളി. 1989 ഓഗസ്റ്റ് സമസ്ത ഇങ്ങനെ പൊട്ടാൻ നിൽക്കണ നേരാക്കാൻ ചിലപ്പോ. അപ്പൊ രണ്ടു കൂട്ടർക്കും തള്ളാൻ പറ്റൂല. മൗലിദ് പോലെയുള്ള പുണ്യാത്മാക്കളുടെ ജന്മദിനം ആഘോഷിക്കലും ചരമദിനം അനുസ്മരിക്കലും സുന്നി ഷിയ വിശ്വാസപ്രകാരം പുണ്യകർമ്മങ്ങളാണ്. ചരമദിനമുണ്ട്, അത് വഫാത്തെടുത്തോളി. ഷിയാക്കൾക്ക് അതുണ്ട്. തെളിവ് 1. ശരി, തെളിവ് 2. ഇനിയിപ്പോ നമ്മുടെ അസ്ലിം ബച്ചൻ പറഞ്ഞു കൊടുക്കുക. സുന്നി അഫ്കാർ 2024 സെപ്റ്റംബർ 16-30 വരട്ടെ. കാരണം മുദഫർ രാജാവിനെ ഇതിനു പ്രേരിപ്പിച്ചത് മൗസിൽ എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന ഷെയ്ഖ് ഉമർ മുല്ല നടത്തിയിരുന്ന മൗലിദാഘോഷമാണെന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. മുല്ല ഉമർ ആരാ? ഫാത്തിമിയാക്കളുടെ തീവ്രൻ. ഫാത്തിമിയാക്കളോ ഷിയാക്കളുടെ തീവ്രർ. എന്താ വേണ്ടു? എന്തേ ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണാത്തത്? എന്തേ ഉമർ റളിയല്ലാഹു അൻഹു കാണാത്തത്? പോകട്ടെ, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാത്തത്? ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ തെളിവ് 2. ഇനി ഷിയാക്കൾ തന്നെ പറയട്ടെ. അപ്പോഴാണല്ലോ കേട്ടോളി. താരിഖുൽ ഇഖ്തിലാഫ് ബിൽ മവാലിദ് നബവി കിതാബ, ഷിയാ സൂഫി കിതാബ്. ആ കിതാബിന്റെ പേജ് കാണാം. ഇതിന്റെ ളുഹൂർ ഇതെപ്പോഴാ വന്നത് നോക്കുക. ഖബല തഹദ്ദുസി ഫീമാ കാന ലിൽ ഖുലഫാഇൽ ഫാത്തിമിയീന മിൻ ബനി ഉബൈദില്ലാ ബിമിസ്ർ മിന അശ്ശൈൻ ഫീ ഇബ്തിദാഇ ഫിക്റത്തിൽ ഇഹ്തിഫാലി ബിൽ മൗലിദ് നബവി അശ്ശരീഫ്. ഖുലഫാഉർ റാഷിദീൻ അല്ലട്ടോ, ഖുലഫാഉൽ ഫാത്തിമീന. ഫാത്തിമിയാക്കളിലെ ആ ഖലീഫമാരെ കാലഘട്ടം പറയും മുമ്പ് ഇതുണ്ടായത് പറയട്ടെ. അന്ന് അതുണ്ടായത് ആര്? ഇത് ഉണ്ടാക്കിയ ആൾക്കാർ. എന്താ വേണ്ടു? ഉണ്ടാക്കിയവര്. പിന്നെ പറഞ്ഞത് എന്താ? ഇനി അഹ്ലു സുന്നന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു. ഒന്ന് കൊടുക്കുക. ഈ വിഷയത്തിൽ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ, ഇപ്പൊ ആധുനികരാകട്ടെ ഈ ഇമാമിന് ശേഷമുള്ളവരാകട്ടെ, അവരൊക്കെ അംഗീകരിച്ച കിതാബാണ് ഇമാം മഖ്രീസി റഹിമഹുള്ളയുടെ അൽ ഖുത്തത്ത് എന്ന പേരിലാണ് അറിയപ്പെടുക. കിതാബുൽ മവാഇദ് വൽ ഇഅ്തിബാർ ബിദിക്രിൽ ഖുത്തത്ത് വൽ ആസാർ അൽ മഅറൂഫ ബിൽ ഖുത്തത്ത് അൽ മഖ്രീസിയ്യ. ഇമാം മഖ്രീസിനെ കൊടുത്താൽ പറയാ ഇമാം മഖ്രീസി നിങ്ങളാളല്ലേ? നിങ്ങൾ ആളെന്നെയാണ്, എല്ലാവർക്കും പറ്റും. മനസ്സിലായില്ലേ? ഇമാം മഖ്രീസിനെ അവരൊക്കെ തെളിവാക്കും. അവിടെ പഠിച്ചല്ല, ഇനി തെളിവാക്കല്ലേ നമുക്ക് അപ്പൊ കൊടുക്കാൻ സാധിക്കും. കേൾക്കാം, വരട്ടെ. 436 പേജ്. എന്താണ്? വകാന ലിൽ ഖുലഫാഇൽ ഫാത്തിമീന ഫീ തൂലിസ് സന അയ്യാദ് വ മവാസിം. വർഷം മുഴുവൻ ഷിയാക്കളിലെ ഫാത്തിമിയാക്കളായ ഖലീഫമാർക്കൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. വർഷത്തിന്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് യൗമു ആശൂറ ഒക്കെ ഉണ്ട്. വ മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ എന്തിനാ ഷിയാക്കൾ ഉണ്ടാക്കിയതോ? ഓല ഇമാമുകളെ ആഘോഷം കൊണ്ടാണ്. അപ്പൊ തെളിവ് വേണ്ടേ? ആ തെളിവിന് വേണ്ടി നബിന്റെ പേരിൽ തുടങ്ങി പച്ച ഷിയായിസം. തെളിവ് കിട്ടിയത് അറിയണ്ട, പള്ളം നിറച്ച് കൊട്ട നിറച്ചാണ് തെളിവ്. أكثر طائفة أبرزت وأظهرت حبها للنبي صلى الله عليه وآله. يعني على سبيل المثال المولد النبوي الشريف الذي كل العالم يحتفل به، وتونس قبل أسبوعين احتفلت به. الذي سن هذا الاحتفال وأقره في كل الشمال الإفريقي هم الشيعة. الدولة الفاطمية نعم. وكان المولد يحيى، مولد النبي صلى الله عليه وآله، ومواليد ال5 أصحاب الكساء، يعني علي وفاطمة والحسن والحسين. والسابع عبد الستار ممكن إذا مخطئ يصح. فهذا المولد الذي الزيتون اليوم تفتخر أنه تعبير عن حبها للنبي صلى الله عليه وآله هو شيعي أصلا.